ഹായ്. അപ്പോൾ ഫൈനലി കാനഡയിലെത്തി. ഞാനിവിടെ ഒണ്ടാരിയിലാണ്, കിച്ചണറിൽ. നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ കിച്ചണറിലാണ് വന്നത്. പിന്നെ ഇപ്പോൾ എത്തിയിട്ടൊരു 3 ആഴ്ച കഴിഞ്ഞ്. പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്. ആക്ച്വലി ഞാൻ വന്നത് വർക്ക് പെർമിറ്റിനാണ്. അപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ്. പക്ഷേ ഫൈനാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റാണ് ഞാൻ വർക്ക് ചെയ്യണത്, കേംബ്രിഡ്ജിൽ. അവിടെ കേരള ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉച്ചക്കാണെങ്കിൽ ഷിഫ്റ്റ് വന്നത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ മോർണിംഗ് എണീറ്റിട്ട് ഫ്രീ ആണ്. അപ്പോൾ ഇപ്പോൾ ചുമ്മാ ചായ കുടിച്ചിങ്ങനെ ഇരിക്കണതാണ് ലൈറ്റായിട്ട്. പുറത്ത് മഴയാണ്. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഞാനത് ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കണത്. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണോണ്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങാത്തത്. കാരണം വെള്ളം വീഴുമ്പോൾ പ്രത്യേക തണുപ്പായിരിക്കുമല്ലോ. ഞാനിപ്പോൾ നൈസായിട്ട് ചായ കുടിച്ചിങ്ങനെ ഇരിക്കണതാണ്. ഇവിടെ നമ്മുടെ അക്കോമഡേഷൻ വന്നത്. അപ്പോൾ എൻ്റെ ഷെഫ് കോട്ടും ജാക്കറ്റൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മുടെ റൂം വന്നത് ഇവിടെയാണ്. ഞാനും എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ കൊല്ലത്തുള്ളതാണ്. പുള്ളി ദുബായിലേക്ക് ആയിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചേട്ടന് രാവിലെ ഷിഫ്റ്റ് വന്നത് 8 മണിക്ക്. ചേട്ടൻ രാവിലെ എണീറ്റിട്ട് പോകും. ഞാൻ എണീക്കുമ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആവും. ഞാൻ കഴിഞ്ഞിട്ട് പതുക്കെ ചായ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒരു 11:45-12 മണിയാക്കുമ്പോൾ ഞാൻ പോണത്. പിന്നെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 റൂമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ നമുക്ക് ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂം. പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വാഷ്റൂം. പിന്നെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വന്നത്. ഇവിടെ ഫ്രിഡ്ജും റാക്കും എല്ലാം ഇതുണ്ട്. പിന്നെ ലോണ്ട്രിക്കാണെങ്കിൽ അടിയിൽ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ മുകളിൽ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു റാക്കുണ്ട്, നമുക്കിങ്ങനെ നമ്മുടെ പാത്രവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെ മോസ്റ്റ്ലി ഞങ്ങൾക്ക് ഓഫൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൺഡേസാണ് നമുക്ക് ഓഫ് വന്നത്. അപ്പം മൺഡേയാണ് മെയിനായിട്ട് ഇവിടെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നതും കാരണമൊക്കെ. കാരണം ഈ 2 റൂമിൽ അവർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു 2 വീക്കായിട്ട് ക്ലാസ് ഇല്ല. അപ്പോൾ അവരെന്ന് വെച്ചാൽ രാത്രി ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ 12:30-1 മണിയൊക്കെ ആവും. ഇപ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. രാത്രി വരുമ്പോഴായിരിക്കും ഇവർ രാത്രിത്തെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യണത് ഒരു 12:30 ആകുമ്പോൾ. അപ്പോൾ എല്ലാവരെയും കാണും. പിന്നെ ആ റൂമിലുള്ള പയ്യൻ അവൻ മലയാളിയാണ്. അപ്പോൾ അവനുള്ളതുകൊണ്ട് പിന്നെ അവനും കമ്പനിയൊക്കെ അടിച്ചിരിക്കും ഇവിടെ. പിന്നെ രാത്രി ഞാൻ പറയുമ്പോഴേക്കും ആ ചേട്ടൻ കിടന്നിട്ടുണ്ടാവും. പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരും പുറത്തൊക്കെ പോണത്. അപ്പോൾ വന്നിട്ട് 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ഞങ്ങൾ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ പിന്നെ ഓരോ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് മൊത്തം ബിസിയായി പോകും. ഒരു ദിവസം ഓഫ് കിട്ടി കഴിഞ്ഞാൽ അതങ്ങനെ പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഈ മൺഡേ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും വന്നിട്ടില്ല ഇങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണല്ലോ ഇവിടെ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് പൊതുവേ നല്ല റഷായിരിക്കും. മോസ്റ്റ്ലി ഒരു വൈകുന്നേരമൊക്കെ കഴിയുമ്പോൾ നല്ല ക്രൗഡായിരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഇതിൽ ബിസിയായി പോകും. പിന്നെ കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ ആകെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഒരു ഇഷ്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് കാണിക്കും നമുക്ക് ബസ്സൊക്കെ എപ്പോഴാണ് ഉള്ളത്, ഏത് ടൈമിൽ നമ്മൾ ഇറങ്ങണം, അങ്ങനെയെല്ലാം കാണിക്കും. എന്നാലും നമുക്ക് ക്ലോസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലേറ്റായി പോകും. എനിക്ക് 1-2 ദിവസം ഇതുപോലെ ഊബർ വിളിക്കേണ്ടി വന്നു. പക്ഷെ അത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഊബർ വിളിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. കാരണം നമ്മുടെ 1 അവറിലെ പേയ്മെൻറ്റ് നമ്മൾ ഊബറിന് കൊടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഞാൻ പണിയെല്ലാം ഒതുക്കിയിട്ട് ലാസ്റ്റ് ബസ് പിടിക്കാൻ നോക്കും. അതാകുമ്പോൾ എനിക്ക് ലാസ്റ്റ് പൈൻ ബുഷ് സ്റ്റേഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇവിടെ വന്ന് ഇറങ്ങാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് വന്നത് കേംബ്രിഡ്ജിലാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റോപ്പാണ് പൈൻ ബുഷ്. അവിടെ നിന്ന് എനിക്ക് ഫെയർവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫെയർവേയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് 12 കയറി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കൺട്രി ഹില്ലിൽ വന്നിറങ്ങാം. ഇവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ വരുന്നത്. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ½ an hour ഉണ്ട് ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ബസ്സിനാണെങ്കിൽ ഒരു 50 മിനിറ്റ് പിടിക്കും. അല്ലെങ്കിൽ ചില ബസ്സാണെങ്കിൽ കറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1.25 മണിക്കൂറൊക്കെ പിടിക്കും. പക്ഷെ നമുക്ക് കാറിൻ്റെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10-18 മിനിറ്റ് എടുക്കുള്ളൂ. അതാണ് വ്യത്യാസം വന്നത്. പുറത്ത് മഴ ആയതുകൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കണേയാണ്. എല്ലാ ദിവസവും ഈ ബ്രെഡ് കഴിക്കണം അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും മേടിക്കാന്നൊക്കെ ചെന്നാലും ചില സമയത്ത് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും ഇതൊക്കെ മേടിക്കാൻ. ഇനിയിപ്പോൾ അടുത്ത ദിവസം പോകുമ്പോൾ മറ്റേ ദോശ ബാറ്ററാ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ച് രാവിലെ എണീറ്റ് 2 ദോശയും ചട്നി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കി കഴിക്കാം. പിന്നെ പാസ്തയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടാക്കാൻ ഇതാക്കിയിട്ടില്ല. അതൊക്കെ പെട്ടിയിൽ തന്നെ ഇരിക്കണം അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുടക്കുള്ള ദിവസമാണ് ഓരോ സാധനങ്ങൾ എടുക്കുള്ളൂ. പിന്നെ അരിയൊക്കെ ആണെങ്കിലും അന്ന് ഇതുപോലെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ അരിയൊക്കെ കിട്ടി. ഒരു 10 കിലോൻ്റെ ചാക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഓപ്പൺ ആക്കിയത് ഈ കഴിഞ്ഞ മൺഡേയാണ് ഓഫ് കിട്ടിയപ്പോൾ അതെടുത്തത്, മട്ട റൈസ്. ഇനിയിപ്പോൾ ശരിക്കും അരിക്ക് നല്ല വേവുള്ളതുകൊണ്ട് അങ്ങനെ രാവിലെ എണീറ്റിട്ട് അതൊക്കെ വെക്കണം മടുപ്പാണ്.
പിന്നെ രാവിലെ ഇതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഓക്കെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങാം. ഇപ്പോൾ ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ 11:30 ഇപ്പം. അപ്പോൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-12 മിനിറ്റ് സ്റ്റോപ്പിലേക്ക് എത്തും. പിന്നെന്താണ് കൊള്ള ഇങ്ങനത്തെ വെതറൊക്കെ ആകുമ്പോൾ നമുക്ക് നൈസാണ് എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നും. എന്നാണ് മോർണിംഗ് ഇവിടെ ഫ്രണ്ട് കണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെ തുടങ്ങി ഇങ്ങനെ മുട്ടൊക്കെ ഇട്ട് നിൽക്കണേണ്. പിന്നെ സംഭവം അടിപൊളിയാണ്. പിന്നെ ഡ്യൂട്ടിയൊക്കെ കയറുമ്പോൾ നമ്മൾ ബിസിയായി പൊക്കോളും. കാരണം എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. പിന്നെ ലഞ്ച് അവിടെ നിന്നായിരിക്കും, ഞങ്ങൾക്ക് ലഞ്ച് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഡിന്നറിനുള്ളത് അവിടെ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും പാക്ക് ചെയ്തുകൊണ്ട് വരും. അവിടെ ഉള്ളത് നോക്കിയിട്ട് എടുത്തിട്ട് പോരും. ഇപ്പം ഇവിടുന്ന് ഈ വഴിയാണ് നമുക്ക് സ്റ്റോപ്പിലോട്ട് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ചാൽ അടുത്ത് ഞങ്ങൾക്ക് പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് നിന്ന് ഇറങ്ങാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ എവിടെയോ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണിച്ചൊരു 700 മീറ്ററായിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. പിന്നെ പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് കൺട്രി ഹിൽ പാർക്ക്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പാർക്കൊക്കെ ഉണ്ട്. പള്ളിയും ഉണ്ട് ഇവിടെ എവിടെയോ, പക്ഷെ എവിടെയെന്ന് എനിക്കറിയില്ല. പള്ളിയുടെ ഒരു ഇത് കണ്ടിട്ടില്ല ഞാൻ പോണ വഴിക്ക്. പിന്നെ മൺഡേ ഒക്കെ ഓഫ് കിട്ടിയാലും ഇപ്പം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചക്കിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു. അടുത്ത ആഴ്ചയൊന്നും വലിയ പരിപാടിയില്ല, ഇതുവരെ പരിപാടിയൊന്നും വന്നിട്ടില്ല. ആ ഒരു രീതിയിൽ പോണു. പിന്നെ നൈസായിട്ട് അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ 1-2 മലയാളി ഫാമിലി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ വഴി പോയപ്പോൾ കണ്ട് മലയാളീസിനെ. അപ്പോൾ പരിചയപ്പെട്ടായിരുന്നു, കോഴിക്കോടുള്ളവരാ. ഞാനിപ്പോൾ ഫെയർവേ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറണം. ഇനിയിപ്പോൾ ബസ് കയറി കഴിഞ്ഞാൽ നേരെ ഇതിപ്പോൾ ഫെയർവേ ഞാൻ കയറി. ഇനിയിപ്പോൾ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതി കാണിക്കും. ഇപ്പം ഞാൻ എൻ്റെ മന്ത്ലി പാസ്സാണ് ആഡ് ചെയ്തേക്കണതേ. അപ്പോൾ അത് കാണിച്ച് കഴിഞ്ഞാൽ നേരെ കയറി ഇവിടെ ഇരിക്കുക. ഇവിടുന്ന് ഡയറക്റ്റ് പൈൻ ബുഷിലേക്ക്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഞാൻ അപ്പോൾ ജസ്റ്റ് നടക്കണേണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എത്താറായി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ എത്തി. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങോട്ട് നടക്കണേണ്. ഇനിയിപ്പോൾ ഈ സമയത്തൊന്നും വലിയ തിരക്കുണ്ടാവില്ല. ഇപ്പോൾ 1 മണി ആവാറായി. ഈ സമയത്തൊന്നും വലിയ തിരക്കുണ്ടാവില്ല. ഒരു 2 മണി 3 മണിയൊക്കെ നമ്മളായിരിക്കും അത്യാവശ്യം നല്ല റഷ് വന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, കേരള ഫുഡ് കോർട്ട്, കേംബ്രിഡ്ജിലാണ്. ഇതാണ് എൻ്റെ ഷെഫ് കോട്ട് വരുന്നത്. ബ്ലാക്കാണ്. പിന്നെ ട്രാക്ക് സൂട്ടും ബ്ലാക്കാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകും. ഷെഫ് കോട്ട് ഞാൻ ബാഗിൽ വെക്കും. ഇപ്പോൾ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നെക്സ്റ്റ് ഡ്യൂട്ടി കയറും. അപ്പോൾ ഓക്കെ, ബാക്കി ഇപ്പം ഞാൻ പിന്നെ കാണിക്കാം. ആ ഡ്യൂട്ടി കയറി ഇപ്പോൾ കുറച്ച് ബീട്രൂട്ടൊക്കെ പീൽ ചെയ്യാനുണ്ട്. കാരണം സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് പൊതിച്ചോറുണ്ട്. അപ്പോൾ അതിനുള്ള തോരൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ക്ലീൻ ചെയ്യാൻ. പിന്നെ മറ്റേ ചേട്ടൻ പുറയിലുണ്ട്. അപ്പോൾ ഓക്കെ, ഡ്യൂട്ടി കയറി. ഇപ്പോൾ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി സ്റ്റോർ വരെ പോകണേ. അപ്പോൾ ഉള്ളിൽ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ പറ്റില്ല, നമുക്ക് തിരക്കായതുകൊണ്ട് ഫോണൊക്കെ യൂസ് ചെയ്യൽ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഉള്ളിലെ വീഡിയോസൊന്നും എടുക്കാത്തത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ രാത്രി 11:15 ഞാനപ്പോൾ ഗാർബേജൊക്കെ ഔട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം ക്ലോസിങ്ങിലേക്ക് നമ്മൾ അതൊക്കെ ഔട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ ഒപ്പം വേറൊരു പയ്യനും കൂടി ഉണ്ട് ഇന്ന്, ഒരു പാർട്ട് ടൈമർ. അവൻ എറണാകുളത്തുള്ളതാണ്, അതുൽ എന്ന പേര്. അപ്പോൾ അവനും ഉണ്ട്. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഞാൻ ബസ് വരാൻ വേണ്ടി സ്റ്റോപ്പിലോട്ട് നടക്കണേ. ഇപ്പോൾ ഒരു ബസ് ഇറങ്ങി കയറിയിട്ട് ഇപ്പോൾ ഫെയർവേ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോൾ അടുത്ത ബസ് കയറണം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 12 കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് ഇനി കൺട്രി ഹില്ലിൽ ഇപ്പോൾ ഇറങ്ങാം, എൻ്റെ വീടിൻ്റെ അവിടെ. പിന്നെ അവിടെ നിന്നൊരു 10-12 മിനിറ്റ് നടക്കണം അങ്ങോട്ട്. അപ്പോൾ ഓക്കെ.